UA Exchange First Bell Season 3. നമ്മുടെ നാടക മത്സരം ആരംഭിക്കാനായിട്ട് പോവാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന നാടകം സജു മുകുന്ദ്, അനിൽ സോപാനം എന്നിവർ ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച പരാതങ്ങൾ എന്ന നാടകമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ആദ്യം കേൾക്കാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ ജഡ്ജസ് ആയ പ്രൊഫസർ അലിയാറും സുരഭയും നമ്മളുടെ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നാടകത്തിലേക്ക്. പരാതങ്ങൾ. ഗൗരിക്കുട്ടിയെ, ഗൗരിക്കുട്ടിയെ, രാവിലെ തന്നെ എങ്ങോട്ടാ? ദൂരയാത്രക്കുള്ള പുറപ്പാടാണെന്ന് തോന്നണോ? ശ്രുതിമോളുടെ ചാനൽ പരിപാടിയുടെ ആളാ. മോള് ഫൈനലി എത്തിയില്ലേ? വിളിക്കാൻ വന്നതാ. ഞാനും ഗോപിയേട്ടനും ഇപ്പോഴേ പോവാ തിരുവനന്തപുരത്ത്. വേണാടിന് പോകാന്ന് കരുതി നിക്കായിരുന്നു. അപ്പോഴേക്ക് അവര് കാറുമായി വന്നു. ഇതാ വീടിന്റെ താക്കോല്. ഇപ്പൊ ഞാൻ വൈക്കോലിട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെയും കരയുന്നുണ്ട്. അതിനെ ഒന്ന് നോക്കിക്കോണേ ഗൗരി. ഓ, പിന്നെ ശ്രുതിമോളോട് അന്വേഷണം പറയണം. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അവൾക്കൊപ്പം ഉണ്ടെന്ന് പ്രത്യേകം പറയണം. ആ ശരി, പറഞ്ഞേക്കാം. മിനിഞ്ഞാന്ന് അവള് വിളിച്ചപ്പോള് നിന്നെ ചോദിച്ചിരുന്നു. ഷോ, ഞാനത് പറയാൻ മറന്നതാ. ഞാനേ ഗുരുവായൂരില് ഒരു വഴിപാട് ഷീട്ടാക്കണം എന്ന് കരുതിയിരുന്നു. ഇവിടെ കാവിലെ നീ പോകുന്നുണ്ടെങ്കില് ചോദ്യ നക്ഷത്രത്തില് ഒരു പുഷ്പാഞ്ജലി അഴിപ്പിക്കണേ. ഞങ്ങൾ ഏതായാലും 1-2 ദിവസം കഴിഞ്ഞേ വരൂ. അവിടെ ചെന്നിട്ട് വിളിക്കാം. ഓ ശരി, പോയിട്ട് വാ. ശാന്തേ, ഒന്ന് വേഗം വന്നേ. ആ ബഷീർ സാറിന് ചെന്നിട്ട് ധാരാളം ജോലിയുള്ളതാണ്. വേഗം ആവട്ടെ. ഓ, ആ ഗൗരിയോടൊന്ന് പറയാൻ പോയതാ. എന്നാ സാറേ പുറപ്പെടാം. ചന്ദ്ര, പോകാം. തുലാമഴയുടെ ആരംഭമാണെന്ന് തോന്നുന്നു. നല്ല മഴക്കാറുണ്ട്. പെയ്യാൻ തന്നെയാ സാധ്യത. അയ്യോ, ആ വിറവ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞ് പെയ്താ മതിയായിരുന്നു. കണ്ടിട്ട് സഹിക്കൂല സാറേ. ഇതിലും ഭീകരമായ അവസ്ഥയാ ആ കുറ്റിപ്പുറം പാലത്തിലൂടെ പോകുമ്പോഴേ. മണല് വാരി വാരി പുഴ നശിപ്പിച്ചു ജനങ്ങള്. ഇതാ കണ്ടില്ലേ, ടിപ്പറില് JCB വെച്ച് കോരിക്കൊണ്ടാ പോകുന്നേ. ഓ, ഒടുക്കത്തെ ബ്ലോക്കുകൾ തന്നെ. ഇവിടുന്ന് തിരിഞ്ഞ് തൃത്താല വഴി പോകാം. ദൂരമൊക്കെ കണക്കാ. ചന്ദ്രന്റെ വീട് എവിടെയാ? ഞാൻ നെയ്യാറ്റിൻകര എണ്ണ. അപ്പോ ഇവിടുത്തെ വഴികളൊക്കെ? 17 വർഷമായി എണ്ണ ഈ വളയങ്ങളൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ട്. കേരളത്തിലിപ്പോ പോകാത്ത സ്ഥലമൊന്നുമില്ല. അണ്ണനെ ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് ശ്രുതി ഗോപിനാഥിന്റെ വീടും പരിസരവും പഠിച്ച സ്കൂളും ഒക്കെ കാണിച്ചപ്പോഴേ കഷ്ടപ്പാടുകൾ തന്നെ അല്ലേ അണ്ണ? ഓ, അവരന്ന് കാണിച്ച അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല ചന്ദ്ര. പരിപാടി കണ്ടപ്പോ ഞാനും ഞെട്ടിപ്പോയി. എനിക്ക് ഇത്ര കഷ്ടപ്പാടൊക്കെ ഉണ്ടോന്ന്. തന്നെ അപ്പൊ കുറെയൊക്കെ പോകയല്ലയോ സാറേ? എന്താ സാറേ പറ്റിയേ? സാറിനൊരു ഉഷാറില്ലാത്തേ? ഒരു ചെറിയ തലവേദന. രാത്രി അധികം ഉറങ്ങിയില്ലല്ലോ, അതിന്റെ ആവും. സാറേ, എന്നാ ഇവിടെ അടുത്ത മേഴത്തൂർ വൈദ്യമഠം ആയുർവേദ ചികിത്സ വളരെ കേമോ. ഒന്ന് കേറിയിട്ട് പോവാം. ഏയ്, അത്രക്കൊന്നുമില്ല. ഇത് ഇടക്കിടക്ക് ഉള്ളതാ. ശ്രുതിമോള് സുഖായിരിക്കുന്നില്ലേ സാറേ? ഫൈനൽ അടുത്തെത്തത് കൊണ്ടായിരിക്കും. 2 ദിവസം മുമ്പ് വിളിച്ചപ്പോള് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. ഇന്ന് രാവിലെ പുറപ്പെടുന്ന കാര്യം പറയാൻ നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. അത് ഷൂട്ടിംഗ് ഫ്ലോറിലായിരിക്കും. അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ആ, അത് അവള് പറഞ്ഞിട്ടുണ്ട്. സാറിനറിയോ, വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം മാറി നിൽക്കണ ആദ്യം എൻ്റെ കുട്ടി. മനസ്സിനെപ്പോഴും ഒരു ആദ്യ. ഇറങ്ങി തിരിച്ചില്ലേ, ഇനിയിപ്പോൾ ഇതങ്ങോട്ട് കഴിയട്ടെ എന്നാവും. എന്തൊരു ഗോപി എണ്ണായി പറയണത്. മോളിപ്പം കേരളം മുഴുവൻ അറിയുന്ന പാട്ടുകാരിയായില്ലെന്ന്. ഇത്തവണ മോൾക്ക് തന്നെയാ ഫ്ലാറ്റ്. ഭാഗ്യമുണ്ടെങ്കിൽ സിനിമയിലൊക്കെ പാടാൻ ചാൻസ് കിട്ടില്ലേ, പിന്നെ അങ്ങ് പൊങ്ങിപ്പോയില്ലേ. ഉള്ളതല്ലേ സാറേ? എന്താ? ആ അതെ, എനിക്കിപ്പോൾ ഷൂട്ടിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. സാറിന് അറിയാലോ അന്നത്തെ സംഭവം. മോളുടെ പാട്ട് കേട്ടിട്ട് അറിയാതെ ഒന്ന് കണ്ണ് നിറഞ്ഞതാ. കരച്ചിലിന് ഫീല് പോരാന്നും പറഞ്ഞ് കുറേ തവണ എന്നെ കൊണ്ട് അവരഭിനയിപ്പിച്ചു.
സ്വയം പിന്മാറാൻ പറ്റില്ല എന്ന അഗ്രിമെന്റ് ഉള്ളത് കൊണ്ടാ നിക്കണത്. ഇല്ലാച്ചാൽ അന്ന് തന്നെ മോളെ വിളിച്ച് തിരികെ പോന്നേനെ. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാൻ പോലും സമ്മതിക്കില്ല. അവന്മാര് പറയുന്ന പാട്ട് പാടണം. ഇപ്പൊ അവിടെ എല്ലാവരും നാടകം പോലെയാ. ഈ SMS അതുകൊണ്ടുള്ള ബിസിനസ്സും ഒക്കെ എല്ലാവർക്കും അറിയാം സാറേ. ഈ മൂങ്ങണ സീരിയലുകൾ മടുത്തിട്ടാണ് റിയാലിറ്റി ഷോകൾ കാണാൻ തുടങ്ങിയത്. ഇപ്പൊ ഇതിലാണ് തോനെയും കരച്ചിലുകളും മറ്റും. തള്ളേ കാണും പിള്ളേ കാണും. അപ്പം പിന്നെന്താ, ഞാനും കാണും. പറഞ്ഞതേ ഉള്ളൂ, മഴ വീണ് കഴിഞ്ഞു. ചന്ദ്ര, ഈ ഡോറിന്റെ ചില്ലൊന്ന് പോക്കാമോ? ഹൗ, നല്ല മഴ. സംഗീതത്തിന്റെ പൂമഴ പെയ്തിറങ്ങുന്ന ഈ സായാഹ്നത്തിൽ പാടൂ വീട് നേടൂ സീസൺ 6-ൽ ഇന്ന് കവിതാ റൗണ്ടിൽ പ്രശാന്തിന്റെ കവിത നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അല്ലേ? അടുത്തതായി നമ്മുടെ മുന്നിലെത്തുന്നു ശ്രുതി ഗോപിനാഥ്. ഹായ് ശ്രുതി, you look beautiful. ശരിക്കും നാടനായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ശ്രുതി, ഏത് കവിതയാണ് ഇന്നിവിടെ പാടാൻ പോകുന്നത്? ഇത് ഞാൻ സ്വന്തമായി എഴുതിയ കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. ഓക്കേ, that's really great. All the best. നന്നായി പാടൂ. എന്റെ അച്ഛൻ പിച്ച വെച്ചോമൽ പൊൻ കാലടികൾ നെഞ്ചിൽ താളം പിടിക്കവേ ഇളം ചൂടിലാമെത്തയിൽ മൃദുതലോടലേറ്റ് ഉറങ്ങുന്ന ബാല്യമെനിക്കന്യമാ. മഴ നനഞ്ഞു ചെളിയിൽ പദം പൂട്ടിയൊരു കള്ളച്ചിരിയുമായി വീണ്ടും ഒരിക്കലി നോവിന്നു കൊതിക്കയാ. വാരിയെടുത്തു നേർപ്പിച്ച ചൂടുവെള്ളത്തിൽ ഇഞ്ച തേച്ചു കുളിപ്പിച്ച് തോർത്തി നെറുകയിൽ രാസ്നാദി തിരുമ്മുമാ കൈകളിൽ തൂങ്ങി നടക്കുവാൻ ഇല്ലിനി കഴിയില്ല, ഞാൻ വളർന്നു പോ. എന്തിനടേ നീയൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിയേക്കണത്? അഴിക്കപ്പായല്ലേ. അയ്യോ അയ്യോ, എന്താ പറ്റിയേ? ആ ബിവറേജിൽ പോയി ക്യൂ നിൽക്കാനല്ലേ അവൻ ഈ കന്നം തിരുവള് കാണിച്ചത്? എന്താ പറ്റിയേ? ഞാനൊന്ന് മയങ്ങിപ്പോയി. ഒരുത്തന് കുറേ ചാടി. അപ്പൊ ഞാൻ ചവിട്ടിയില്ലായിരുന്ന അവന്റെ പടം മടങ്ങിയേനെ. ഞാനങ്ങ് പേടിച്ചു പോയി. കുന്നംകുളം കഴിഞ്ഞോ ചന്ദ്ര? ഓ, നമ്മളിപ്പോ തൃശ്ശൂർ റൗണ്ടിലേക്ക് കേറുക. മഴയൊക്കെ പോയി, ഇനി ഗ്ലാസ്സുകള് താഴ്ത്താം. ചാച്ചി അറിയില്ലേ, ഇതാ കാണുന്നതാ വടക്കുന്നാഥൻ കോവില്. പൂരങ്ങളൊക്കെ കാണാൻ വന്നിട്ടുണ്ടാവില്ലേ? എന്റെ വടക്കുന്നാഥാ, എന്റെ കുട്ടിയെ കാത്തോണേ. ഓ, 4 ഏക്കർ ടോൾ ഗേറ്റ് ആയോ? ചന്ദ്ര, എൻ്റെ ചില്ലറ കാണും, നോക്കട്ടെ. ഓ, ചില്ലറയൊന്നും പോരണ്ണാ, കുഴപ്പമില്ല. ഇന്നലത്തെ രസീത് കാണിച്ചാൽ മതി. സാറേ, തലവേദനയൊക്കെ എങ്ങനെ, കുറവുകളുണ്ടോ? ആ, ഇപ്പൊ കുഴപ്പമില്ല. അതെ സാറേ, 2 വർഷം മുമ്പേ നിങ്ങളുടെ പരിപാടിയിൽ പാടിയിരുന്നൊരു പെണ്ണ് അതിൽ തന്നെയുള്ളൊരു പൈലിനെ രജിസ്റ്റർ കല്യാണം കഴിച്ച വാർത്ത പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും സത്യം? കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. 6 മാസമേ ആയുള്ളൂ ഞാൻ അവിടെ. ചന്ദ്ര, അതൊക്കെ വളർത്തു ദോഷം എന്നേ ഞാൻ പറയുള്ളൂ. ആ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ മോളൊന്നും ഒരിക്കലും അങ്ങനെ ഒരു പേര് ദോഷം കേൾപ്പിക്കില്ല. അയ്യോ അണ്ണാ, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാനിങ്ങനെ എന്തെങ്കിലും സംസാരിക്കണ്ടേന്ന് വിചാരിച്ചു പറഞ്ഞതാ.
കുഴപ്പമില്ലടോ. എൻ്റെ മോള് എല്ലാ കാര്യങ്ങളും അവളുടെ അമ്മയോട് പറയാറുണ്ട്. അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയിരിക്കണത്. അച്ഛനും അമ്മയും മക്കളുടെ നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാനും പറ്റൂലെന്നാ, അല്ലയോ സാറേ? അതെ സാറേ, അവളെ ഒരു കെവിൻ തോമസിനെ പറ്റി പറയാറുണ്ട്. കൊറേ ആയി അവൻ അവളുടെ പിന്നാലെ നടക്കണോ എന്നും മറ്റും. ഞാൻ പറഞ്ഞു, ആൺകുട്ടികൾ അങ്ങനെയാടി, എപ്പോഴും ഒരകലം വെച്ചോണെന്ന്. ആ പയ്യനെ സാർ അറിയോ? അവനെ അറിയാം. അവനെ കണ്ടൊന്ന് ഉപദേശിക്കണം, അല്ലേ ശാന്തേ? അതെ, ചിലപ്പോ അവന്റെ വീട്ടിൽ നിന്ന് ആരും ഉപദേശിക്കാറുണ്ടാവില്ല. ദാ ആ ഇടത്തേക്കുള്ള വഴി കാണുന്നില്ലേ ശാന്തേ? അതാ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോണ വഴി. എന്റെ മോൾക്കും ഇനി വിദേശത്തൊക്കെ പോയി പാടാനുള്ള അവസരങ്ങൾ കിട്ടുമായിരിക്കും. പിന്നെ ശ്രീവപ്പനാവൻ നിരൂപിച്ചാലും മോള് പറ പറക്കില്ലേ? എന്നിട്ട് വേണം ഒന്ന് വിമാനത്തിലൊക്കെ കയറാൻ. അങ്ങനെയല്ലേ നീ ഇപ്പൊ വിചാരിച്ചേ? ബഷീർ സാർ ഉറക്കായെന്ന് തോന്നുന്നു. രാത്രി 2:30 വിട്ടതല്ലേ? ഇതിപ്പോ അഡ്രസ്സ് തന്നാ ഞാൻ ഒറ്റയ്ക്കത് നിങ്ങളെ രണ്ടുപേരെ പിടിച്ചോണ്ട് പോന്നതിന്. പട്ടാമ്പി എന്താ നമുക്കറിയാത്ത സ്ഥലമാ. അപ്പൊ എന്തോ സാറിനും കൂടെ വരണം. അപ്പം പിന്നെ ആട്ടെന്ന് ഞാനും കരുതി. ഉറക്കക്ഷീണം തന്നെയാ കാരണം. സാറിനെ ഞാൻ മുമ്പേ കണ്ടപ്പോ ഇങ്ങനെ ആയിരുന്നില്ല. നന്നായി സംസാരിച്ചിരുന്നു. ഹലോ. ശല്യം. ബ്ലോക്ക് ചെയ്യിച്ചിട്ടും പിന്നെയും പരസ്യം. ചന്ദ്ര, നമ്മൾ ഹൈവേ വഴിയല്ലേ പോകുന്നത്? ഓ, ഒന്നും പറയണ്ട എൻ്റെ സാറേ. മെട്രോ റെയിൽ സമരം കാരണം ഹൈവേ ബ്ലോക്കായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കോട്ടയം റോഡുകളിൽ കയറി. ഇപ്പോൾ ഏറ്റുമാനൂർ കഴിഞ്ഞു. സാറ് നല്ല ഉറക്കമായിരുന്നു. ഭക്ഷണത്തിന് എവിടെയാണ് നിർത്തുന്നത്? നമ്മുടെ കോട്ടയം സ്റ്റാൻഡിൻ്റെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്. അവിടുന്ന് കഴിക്കാം സാറേ. അതെ, അവിടെ എത്താറെങ്കിൽ നമുക്ക് മോളുടെ കൂടെ കഴിക്കാറുന്നില്ലേ ഗോപിയേട്ടാ? നീ എന്തായി പറയണത്? അവിടെ എത്താൻ ഇനിയും 3 മണിക്കൂർ വേണമെന്നേ. സാറേ, ഇതാ ഞാൻ പറഞ്ഞ ഹോട്ടലുകൾ. കോട്ടയത്ത് നിന്നും തിരുവല്ല, അടൂർ, കൊട്ടാരക്കര വഴി. നീ മോളുടെ നമ്പർ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇത്രയും നേരമായിട്ടും ഷൂട്ടിംഗ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിനക്ക് ബാത്റൂമിലോ മറ്റോ പോണോ? ദാ ഇങ്ങോട്ടേക്ക് പോയിക്കോ. അവിടെ അവിടെ കഴിക്കാൻ സാറേ, ദാ അവരെത്തി. എന്നാ അപ്പാ. ഹലോ. യെസ് സർ, ഞങ്ങളിപ്പോൾ തിരുവല്ല എത്തി. ഇനി ഏതാണ്ട് 2-2.5 മണിക്കൂർ. ഇല്ല, 2 പേരും ഉറങ്ങുക. ഇല്ല, ഓക്കെ, ശരി സർ. അരമണിക്കൂർ മുമ്പേ വിളിച്ചാൽ പോരെ? ഓക്കെ സർ. ചന്ദ്ര, എവിടെയെങ്കിലും നിർത്തി ഒന്ന് വലിച്ചിട്ട് പോവാം. ഓ ശരി സാർ. സാർ എന്താ ആലോചിക്കണത്? ഏയ് ഒന്നുമില്ല, പോകാം. ഈ 2 പുകകൾ എടുക്കാനാണ് വണ്ടി നിർത്തിയത്. ഇത് എന്ത് നിനക്ക്? എവിടെ എത്തി ചന്ദ്ര? നമ്മള് പട്ടം കഴിഞ്ഞെണ്ണ. ഇനി 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ഹലോ സർ. നമ്മൾ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ഇല്ല, ഓക്കെ സർ. ഓക്കെ. യാത്ര എന്ന് പറയുമ്പോ വല്ലാത്ത ക്ഷീണം തന്നെ. ഓ തന്നെ തന്നെ. അവരെത്തി. അതെ, അവൻ്റെ
ചന്ദ്ര, നമ്മൾ തിരിച്ചു പോകുമ്പോ ചന്ദ്രൻ തന്നെ ഉണ്ടാവുമോ? ഇല്ലണ്ണ, വെളുപ്പിന് ഒരു കന്യാകുമാരി ഓട്ടമുണ്ട്. ഒന്ന് ചെന്ന് നടു നിവർക്കണം. അപ്പോ ഞാനങ്ങ് വിടുവാ ബഷീർ സാറേ. ശരി ചന്ദ്ര, ഞാൻ വിളിക്കാം. ഓ ശരി തന്നെ സാറേ, ഓക്കെ. സാർ, ഞങ്ങളെത്തി. ഓക്കെ ഗോപേട്ടാ, നമ്മളിപ്പോൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. ചേട്ടനും ചേച്ചിയും ഒരല്പം മനോധൈര്യം കാണിക്കണം. എന്താ? അതായത് അവിടെ എന്തായാലും നല്ലൊരു വാർത്തയല്ല നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്താ സാറേ, എന്താ? തെളിച്ചു പറ. എന്താ സാറേ കാര്യം? നിങ്ങളോട് ഒന്നും പറയാൻ പാടില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഓർഡർ. പക്ഷേ ഒരു സൂചനയെങ്കിലും തരാതെ നിങ്ങളെ വിടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതെന്താ സാറേ ഇങ്ങനെയൊക്കെ പറയണത്? കാര്യം പറ സാറേ. ബഷീർ, അവരെ ഇങ്ങോട്ട് കടത്തിവിടൂ. ഓക്കെ സാർ. ശരി ചേട്ടാ, അങ്ങോട്ട് ചെല്ല്. പറയൂ സാറേ, പറ. എന്താ കാര്യം? ചേട്ടൻ അങ്ങോട്ട് ചെല്ല്. ഒരു മിസ്റ്റർ ഗോപിനാഥ് ആൻഡ് മിസ്സിസ് ഗോപിനാഥ്, ഈ വാർത്ത സഹിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതട്ടെ. ഒരു ദുഃഖ വാർത്തയാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്. നിങ്ങളുടെ മകൾ ശ്രുതി ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു. ഞങ്ങളുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ബോഡി സ്റ്റുഡിയോയിൽ പുതുപേർ ശരഞ്ഞു വെച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ മോളെ, എന്റെ മോളെ, 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 അയ്യോ, അയ്യോ, എങ്ങനെ സഹിക്കൂടി? എന്റെ മോളെ, എന്റെ പൊന്നെ മോളെ, അയ്യോ അയ്യോ എന്റെ മോളെ, ഞാനിത് എങ്ങനെ സഹിക്കൂ? എന്റെ പൊന്നു, എന്റെ പൊന്നെ, പാട്ട് പാടാന്ന് പറഞ്ഞ് വന്നിട്ട് ഈ അച്ഛനെ അമ്മ ഒറ്റക്കാക്കിയില്ലേ എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ടവളായിരുന്ന ശ്രുതി ഗോപിനാഥിന്റെ മാതാപിതാക്കൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. സ്വന്തം മകളുടെ ഇത്രയും കാലം പോറ്റി വളർത്തിയ അവരുടെ മകൾ ശ്രുതിയുടെ മൃതദേഹത്തിനരികിൽ അവർക്ക് ദുഃഖം സഹിക്കാനാവുന്നില്ല. ഇറ്റ് ഈസ് റിയാലിറ്റി, എ ഹാർട്ട് ബ്രേക്കിംഗ് സീൻ. ചേട്ടാ, കരയേണ്ട. ദൈവം ശ്രുതിയെ നേരത്തെ വിളിച്ചെന്ന് കരുതിയാ മതി. ആന്റി, ശ്രുതി ഞങ്ങൾക്കും വളരെ പ്രിയപ്പെട്ടവളായിരുന്നു. ഇവിടെ എല്ലാവരും ടോട്ടലി അപ്സെറ്റ് ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് രംഗം കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. ആരുടെയും ഹൃദയം തകർക്കുന്ന രംഗം. ചേട്ടാ പറയൂ, ശ്രുതി നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു? നിർത്തടി, നീ ഒരു ക്യാമറയും വായിക്കും എല്ലാരും കൂടി എന്റെ മോളുടെ ശവം തിന്നാവാതിരിക്കണു. കടന്നു പോകാൻ. ബ്രേക്ക് കൊടുക്കൂ, ബ്രേക്ക് കൊടുക്കൂ. ഓ, ആ സ്ത്രീ അവിടെ തളർന്നുവല്ലോ. അവരെ അവിടെ വേഗം മാറ്റൂ. മിസ്റ്റർ ഗോപിനാഥ്, പ്ലീസ്, നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. എല്ലാം സഹിക്കണം. എങ്ങനെ സഹിക്കാനാ എന്റെ സാറേ? എന്റെ മോള് അവൾ എന്തിനാ ഇത് ചെയ്ത് എന്റെ പൊന്നു സാറേ? അത് ഇവിടെ കൊറിയോഗ്രാഫർ ആയിരുന്ന ഒരു കെവിൻ തോമസ്, അവൻ ശ്രുതിയുടെ ഡ്രസ്സിംഗ് റൂമിൽ ഒളിക്കാൻ വെച്ചു. ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപമാനം ഭയന്നാണ് ശ്രുതി. എന്നിട്ട് അവനെവിടെ? മിസ്റ്റർ ഗോപിനാഥ്, അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ വാർത്ത ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. താങ്കൾ വന്നിട്ട് ബാക്കി നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുമെന്ന് കരുതി. മിസ്റ്റർ ബഷീർ, കോൾ ഹിം. യെസ് സർ. ബഷീർ, മിസ്സിസ് ഗോപിനാഥിന്റെ സിറ്റുവേഷൻ എങ്ങനെ? പ്രഷർ കുറഞ്ഞതാ. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്നു. എനിക്കിനി ജീവിക്കണ്ട. ബഷീർ, പ്ലീസ് മാനേജ് ഹിം. ടേക്ക് ഹിം സംവെയർ. ഓക്കെ സർ. ചേട്ടാ ഇങ്ങോട്ട് വരും. ഇല്ല, ഞാൻ എന്റെ മോളെ വിട്ട് അങ്ങോട്ടും ഇല്ല. എന്റെ സാറേ, എന്നോട് ഇത്രയും നേരായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ സാറേ. ചേട്ടൻ കരയല്ലേ? ഞാൻ പറയുന്നൊന്ന് ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സമാധാനത്തിൽ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടു. കരയരുത്. എനിക്കിവിടെ അധിക സമയം ചേട്ടന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എനിക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എനിക്കും ജീവിക്കേണ്ട ചേട്ടാ. പറയാതെ പോയാ എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല.
ഇനിയും എന്താ കൂടുതൽ പറയാനല്ലേ? എന്റെ മോള് പോയില്ലേ, ഇനി എന്ത് പറയാനാ? അതല്ല പറയാനുണ്ട് ചേട്ടാ. ബോസ് ഇപ്പൊ പറഞ്ഞ കഥ അതല്ല സത്യം. ഫ്ലാറ്റ് ശ്രുതിക്ക് തന്നെയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ് ചേട്ടാ. പക്ഷേ അതിനുശേഷം ചില വിലപേശലുകൾ നടന്നു. കച്ചവടം ഉറപ്പിച്ചു. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ട് ഫൈനലില് അവളെ അവസാനക്കാരിയാക്കി തിരക്കഥ തന്നെ പ്ലാൻ ചെയ്തു. SMS കൂടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പാട്ട് മറന്നതായി അഭിനയിക്കാൻ നിർബന്ധിച്ചപ്പോ ശ്രുതി വഴങ്ങിയില്ല. എന്നിട്ടെന്താ അവളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയുള്ള അടവുകളിൽ ഒന്നായിരുന്നു ആ ഒളിക്യാമറ. ആ കെണിയില് പാവം ചേട്ടന്റെ മോള് പതറിപ്പോയി. എല്ലാം ബോസിന്റെ പ്ലാനാണ്. കുറ്റം ചാനലിന്റെ മേൽ വരാതിരിക്കാൻ ആ കെവിൻ തോമസിനെ അയാൾ കുടുക്കിയതാ. എവിടാടാ നിന്റെ ബോസ്? അവനെ കൊല്ലും. വിളിയടാ അവനെ, ബോസിനെ വിളിയടാ. എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റൂ. ഇവര് തരുന്ന ശമ്പളം വാങ്ങി ജീവിക്കുന്ന എനിക്കും ഒരു കുടുംബമുണ്ട്. ജീവനില് കൊതിയുണ്ട്. ആർക്ക് പേടി? ആർക്കാടാ പേടി? വിളിയടാ ആ ചാനലിന്റെ ഡയറക്ടർ വിളിയടാ. ഇവിടെ എന്താടാ നീതിയില്ലേ? ഞാൻ എല്ലാത്തിനെയും കൊല്ലും. കൊല്ലൂടാ എല്ലാത്തിനെയും. ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ കരയല്ലേ? ചേട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ചേട്ടാ. പോലീസിനെയും കോടതിയെയും ഒക്കെ അവർ നേരത്തെ വിലക്കെടുത്തു. കേസിന് പോയാൽ നമ്മുടെ മോളെ അവർ മോശമായി ചിത്രീകരിക്കും, കഥകൾ ഇറക്കും, പത്രങ്ങളും ചാനലുകളും അത് ആഘോഷിക്കും. സമൂഹത്തിന് മുന്നിൽ ചേട്ടനും കുടുംബവും ഒരു പരിഹാസപാത്രമാകും. അതൊക്കെ സഹിക്കാൻ ചേട്ടനെ കൊണ്ട് കഴിയുമോ? പരലോകത്തെങ്കിലും അവൾക്ക് ശാന്തി കിട്ടിക്കോട്ടെ. എന്റെ പൊന്നുമോളെ, ശാന്ത, നമ്മുടെ മോള്. Where is Deepak? Come. Deepak, ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. മിസ്റ്റർ ബഷീർ അക്കമ്പനി ചെയ്തും. ദെൻ ശ്രുതിയുടെ പേരൻസിൻ്റെ റിയാക്ഷൻസ് മുഴുവൻ ക്യാപ്ചർ ചെയ്തിട്ടില്ലേ? അതിൻ്റെ എഡിറ്റ് ചെയ്ത ക്ലിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇടണം. എന്നിട്ട് ഇന്ന് തന്നെ കണ്ടോളൻസ് എപ്പിസോഡ് ചെയ്യണം. ബോഡി മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യൂ. അത് കഴിഞ്ഞ് സീസൺ 7 ഇനാഗ്രേഷൻ അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, ആൻഡ് കോൾ ദ മാർക്കറ്റിംഗ് ടീം ഫോർ അർജന്റ് മീറ്റിംഗ്. ഇത്തവണത്തെയും ഇനാഗ്രേഷൻ നമുക്ക് ഗ്രാൻഡ് ആക്കണം. പിച്ചവെച്ചോമൽ പൊൻ കാലടികൾ നെഞ്ചിൽ താളം പിടിക്കവേ ഇളം ചൂടിലാമെത്തയിൽ മൃദുതലോടലേറ്റ് ഉറങ്ങുന്ന ബാല്യമെനിക്കന്യമാ. മഴ നനഞ്ഞു ചെളിയിൽ പദം പൂട്ടിയൊരു കള്ളച്ചിരിയുമായി വീണ്ടും ഒരിക്കലി നോവിന്നു കൊതിക്കയാ. വാരിയെടുത്തു നേർപ്പിച്ച ചൂടുവെള്ളത്തിൽ ഇഞ്ച തേച്ചു കുളിപ്പിച്ച് തോർത്തി നെറുകയിൽ രാസ്നാദി തിരുമ്മുമാ കൈകളിൽ തൂങ്ങി നടക്കുവാൻ ഇല്ലിനി കഴിയില്ല. ഞാൻ വളർന്നു പോ, ഞാൻ വളർന്നു പോ.
ഞാൻ വളർന്നു പോ. പരാതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോപിനാഥ് സജു മുകുന്ദ്, ബഷീർ വിജോഷ് മോറാര, ഡ്രൈവർ ചന്ദ്രൻ അനിൽ സോപാനം, ബോസ് വിജു അവറാച്ചൻ, ദീപക് ശ്രീജിത്ത് പി ഗോപിനാഥ്, ശാന്ത ഷൈമ പ്രജീഷ്, ഗൗരി ബിനീത ജിയോ, അവതാരക ആതിര നന്ദകുമാർ, ശ്രുതി ഗോപിനാഥ്, അക്ഷര മോഹൻ. പ്രത്യേക നന്ദി. ജഗദീഷ് ശിവൻ നായർ, അനു കരക്കാട്ട്. നാടകരചന സംവിധാനം സജു സോപ്പി. അവതരണം ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയും 104.2 ഇയർ FM ചേർന്നൊരുക്കുന്ന അപൂർവ റേഡിയോ വിരുന്ന്. UAE എക്സ്ചേഞ്ച് GCC റേഡിയോ നാടക മത്സരം ഫസ്റ്റ് ബെൽ സീസൺ 3.